രുദ്രൻ ഈ നരസിംഹ കൊട്ടാരത്തിൻ്റെ അധിപതി. അവനിൽ കരുണ ഒരംശം പോലുമില്ല. പെണ്ണെന്നാൽ അവന് പ്രിയമാണ്. അവളെ അനുഭവിച്ചു തീരുമ്പോൾ അത് വെറുമൊരു മാംസമാണ്. ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് മാറുവാൻ അവന് പെണ്ണിന് വേണം. ലക്ഷങ്ങൾ കൊടുക്കുവാനും മടിയില്ല. പെണ്ണിൽ ഒതുങ്ങിത്തീരുന്നവൻ. മരണം മുന്നിൽ കണ്ടാൽ പോലും ഹൃദയത്തിൽ അലിവ് തോന്നില്ല. ആ മരണപ്പെടുത്തിൽ കണ്ട് സന്തോഷം കൊള്ളുന്നവൻ. ഇവന്റെ ഇടയിൽ ഒരു പാവം പെണ്ണ് വിധിയുടെ വിളയാട്ടിൽ വന്നുവിടുന്നു. അവൾ അവനെ മാറ്റുമോ, അതോ അവനിലെ കാമത്തിന് ഈ പാവം പെണ്ണ് ഇരയാവുമോ? പ്രണയം ഈ അസുരന്റെ ഹൃദയം മാറ്റുമോ? ഇവൻ പ്രണയിക്കുമോ? രാമന്റെ സീതയുടെ പ്രണയം നമ്മൾ പറഞ്ഞ് ആഹ്ലാദം കൊള്ളുന്നു. അവരെപ്പോലെ പ്രണയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ തൻ്റെ പ്രണയിനിയെ ഒരു നിമിഷമെങ്കിലും രാമൻ സംശയിച്ചു. പക്ഷെ 10 തല രാവണൻ സീതയെ പ്രണയിച്ചു. അവളെ തന്റെ വിരൽത്തുമ്പിൽ സ്പർശിച്ച് അശുദ്ധമാകാൻ പാടില്ലെന്ന് പറഞ്ഞ് അവളെ കാലടി മണ്ണോടെ തന്റെ കൈകൾ പെടാതെ അവളെ കൊണ്ടുപോയി. രാവണൻ അസുരനാണ്. അവന്റെ ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞപ്പോൾ ഭ്രാന്തമായി പ്രണയിച്ചു. അവൾ ആരാണെന്നൊന്നും രാവണൻ നോക്കിയില്ല. അവന്റെ പ്രണയം പരിശുദ്ധ പ്രണയമായിരുന്നു. ഈ 10 തല രാവണന്റെ ഉള്ളിലും പ്രണയം തളർത്തു. അതുപോലെ ഈ ഒറ്റത്തല രാവണന്റെ ഉള്ളിലും പ്രണയം ഉണ്ടാകുമോ? നമുക്ക് കാത്തിരിക്കാം. ഈ കഥ തികച്ചും സാങ്കല്പം മാത്രമാണ്. ഇതിൽ പല നിസ്സഹായ നിമിഷങ്ങളുണ്ടാകും. പ്രണയം, കാമം, വേദന, കലിപ്പ് എല്ലാം കലർന്നുണ്ടാകും. ഈ കഥ എഴുത്തുകാരുടെ ചിന്തയിൽ വിരിയുന്നതുപോലെ കഥ മുന്നോട്ട് പോകും. കാമം മാത്രം ജീവിതം എന്ന് വിചാരിക്കുന്ന നായകന്റെ ഹൃദയം പ്രണയത്താൽ നിറയുന്ന നിമിഷങ്ങൾ. ആ പ്രണയത്തിനു വേണ്ടി തന്റെ കാമം പോലും പ്രണയിനിയുടെ കാലടിയിൽ സമർപ്പിക്കുന്ന നിമിഷം. നമുക്ക് കാത്തിരിക്കാം. അസുരന്റെ പ്രണയം നാളെ വൈകുന്നേരം 8 മണിക്ക് നിങ്ങളുടെ മുന്നിൽ.